നിനക്ക് പോകണമെങ്കിൽ നീ പൊയ്ക്കോളൂ. ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം? ഇവിടെ നമുക്ക് രണ്ട് ഭാഗമായിട്ടാണ് സെന്റൻസ് വന്നിരിക്കുന്നത്. ഒന്ന് നിനക്ക് പോകണമെങ്കിൽ, പിന്നെ നീ പൊയ്ക്കോളൂ എന്നുള്ളത്. അപ്പം ഇവിടെ ഫസ്റ്റ് നമുക്ക് ഈ സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നിനക്ക് പോകണമെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചെയ്യണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? ഇഫ് യു വാണ്ട് ടു എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം വരുന്നത് നിനക്ക് ചെയ്യണമെങ്കിൽ, ഈ അർത്ഥമാണ് വരുന്നത്. അതായത് നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്നുള്ള അർത്ഥത്തിനാണ് ഇഫ് യു വാണ്ട് ടു. ഓക്കെ, ഇഫ് യു വാണ്ട് ടു, നിനക്ക് എന്ത് ചെയ്യണമെങ്കിലാണ്? പോവണമെങ്കിൽ. ഇഫ് യു വാണ്ട് ടു ഗോ അല്ലെങ്കിൽ ലീവ്, രണ്ടും യൂസ് ചെയ്യാം. ഓക്കെ, ഇഫ് യു വാണ്ട് ടു ഗോ അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ലീവ്, അതിൻ്റെ അർത്ഥം എന്താ? നിനക്ക് പോകണമെങ്കിൽ എന്നാണ് അർത്ഥം വരുന്നത്. പോകണമെങ്കിൽ. മനസ്സിലായോ? ഇഫ് യു വാണ്ട് ടു ഗോ അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ലീവ്, നിനക്ക് പോകണമെങ്കിൽ. നീ പൊയ്ക്കോളൂ, നീ പൊയ്ക്കോളൂ. അതായത് നീ പൊയ്ക്കോളൂ എന്ന് പറയുന്നത് എന്താ? നീ പൊയ്ക്കോളൂ എന്ന് വെച്ചാൽ നീ എന്തോ ഒരു കാര്യം ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ചെയ്തോളൂ എന്നാണ് പറയുന്നത്. നീ ഒരു കാര്യം ചെയ്തോളൂ, അപ്പം നീ പൊയ്ക്കോളൂ അല്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറയാൻ യു മേ എന്നുള്ളതാണ് വരുന്നത്. നീ ചെയ്തോളൂ, യു മേ എന്ത് ചെയ്തോളൂ? പൊയ്ക്കോളൂ. യു മേ ഗോ എന്ന് പറയാം അല്ലെങ്കിൽ ലീവ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഫോമാറ്റ് നോക്കിയാൽ മതി. നിനക്ക് ചെയ്യണമെങ്കിൽ എന്നുള്ളതിന് ഇഫ് യു വാണ്ട് ടു. ഓക്കെ, ഉദാഹരണത്തിന് നിനക്ക് കഴിക്കണമെങ്കിൽ എന്നാണെങ്കിൽ ഇഫ് യു വാണ്ട്, നിനക്ക് ചിക്കൻ കഴിക്കണമെങ്കിൽ ഇഫ് യു വാണ്ട് ടു ഈറ്റ് ചിക്കൻ എന്നാവും. ഗോയ്ക്ക് പകരം അവിടെ ഈറ്റ് ചിക്കൻ എന്നാവും. നീ ചിക്കൻ കഴിച്ചോളൂ, യു മേ ഈറ്റ് ചിക്കൻ. നീ ചിക്കൻ കഴിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമാറ്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇതുപോലെ വരുന്ന സെൻറ്റൻസസിനെല്ലാം നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു. English Mitra. Stop worrying, start learning.